സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന 99% ആളുകളും 100% ആളുകളും മൊബൈൽ ലോക്ക് ചെയ്തിടുന്നവരാണ്. ലോക്ക് ചെയ്തിടണം, തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ലോക്ക് ചെയ്തിടുക തന്നെ വേണം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ചില ദോഷങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നവർക്ക് നമ്മുടെ മൊബൈൽ ലോക്ക് ചെയ്തിട്ട കാരണം നമ്മുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ ഈ ഒരു അവസ്ഥ അറിയിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കാണിക്കുന്ന ഒരു സെറ്റിങ്സും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. എമർജൻസി SOSൻ്റെ സെറ്റിങ്സ് അല്ല ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഡീപ്പായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സെറ്റിങ്സ് മാത്രം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സെറ്റിങ്സ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഏതാണ് ആ സെറ്റിങ്സ്, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റിയൽമി, റെഡ്മി, ഓപ്പോ, വിവോ പോലുള്ള മൊബൈലുകളിൽ മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കും. ഇവിടെ ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അവിടെ ലോക്ക് സ്ക്രീൻ സിഗ്നേച്ചർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. സാധാരണ ഇവിടെ എല്ലാവരും അവരുടെ പേര് അല്ലെങ്കിൽ ഇമെയിൽ ID അങ്ങനെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്പറുകൾ മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മറ്റൊരാളുടെ നമ്പറും കൂടി ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോമ ഇടുക, എന്നിട്ട് വീണ്ടും വേറൊരു നമ്പർ കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഡണ്ണ് കൊടുത്തു. ഓക്കെ, ഇനി ഇതാ ഈ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം ബാക്ക് വന്നു. ഇപ്പോൾ മൊബൈൽ ലോക്കിലാണ്. ഓക്കെ, നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾ ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ താഴെ നമ്മൾ സേവ് ചെയ്ത ആ നമ്പർ കാണാൻ സാധിക്കും. മൊബൈൽ ലോക്ക് തുറക്കേണ്ട ആവശ്യമില്ല. അവരുടെ മൊബൈലിൽ ഈ നമ്പർ ഡയൽ ചെയ്തിട്ട് നമ്മുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ കൃത്യമായിട്ട് അറിയിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ സാംസങ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ലോക്ക് സ്ക്രീനിൻ്റെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മൊബൈൽ നമ്പർ 1, 2 ഇവിടെ കോമ ഇട്ടിട്ട് എൻ്റർ ചെയ്ത് ഡൺ കൊടുക്കുക. എന്നിട്ട് നേരെ ബാക്ക് വന്നിട്ട് മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് തുറക്കാതെ തന്നെ ഇവിടെ മുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ നമ്മൾ സേവ് ചെയ്ത നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ബന്ധുക്കളെ അറിയിക്കാൻ സാധിക്കും. ഓക്കെ, അതേ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങളുടെ മൊബൈലിലും ഈ വക സെറ്റിങ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്പറുകൾ അവിടെ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.